അടിച്ചു മാറ്റിയിരിക്കുകയാണ് ടണൽ ടീം ഓൾറെഡി ജോലി രാജിവെച്ച് പുറത്താണ് നിൽക്കുന്നത്. പുറത്തേക്ക് വന്ന അവിടുത്തെ റോബോയെ പിടിച്ച് കെട്ടി, കയ്യും കാലൊക്കെ പിടിച്ച് കെട്ടി അവര് അതിന്റെ ഫംഗ്ഷനൊക്കെ മാറ്റി എന്ന് പറഞ്ഞ് റോബോയെ തട്ടിക്കൊണ്ടുപോയി, റോബോയെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ നമ്മുടെ HR ആയിട്ടുള്ള ഋഷി പറയുന്നത് അത് മാൽ ഫംഗ്ഷനിങ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ വേണ്ടേ വേണ്ട, ഞങ്ങൾ എങ്ങനെ ഇവിടെ കൊണ്ട് കളയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല എന്നാണ് ഋഷി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ഓണേഴ്സ് രണ്ടുപേര് റസ്മിനും അവിടെ നോറയും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ ഫംഗ്ഷൻ എല്ലാം മാറ്റി, ഞങ്ങൾ റോബോയെ അടിച്ചു മാറ്റി, ഇനി നിങ്ങൾക്ക് റോബോനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സായിയും എല്ലാവരും കൂടി അവിടെ മറുപടി പറയുന്നത്. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ഓണേഴ്സ് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ HR ആയിട്ടുള്ള ഋഷിക്ക് ഇനി ആ റോബോയെ തന്നെ വേണ്ട എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു റോബോ ആണ്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ റോബോനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷി അവിടെ നിന്ന് കയറി പോകുന്നത്. എന്തായാലും നമ്മൾ കണ്ടിരുന്നു റോബോനെ പുറത്തിട്ട് വാതിലടച്ചതിന്റെ പേരിൽ പിന്നീട് പ്രശ്നങ്ങൾ വീടിനുള്ളിൽ ഉണ്ടാവുന്നത് കണ്ടിരുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഋഷിക്ക് ഗെയിം എന്താണെന്ന് കൂടി മനസ്സിലാവാതെ ഋഷി ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആർക്കും ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അഭിനയിക്കുകയാണ് അവിടെ കിടന്നിട്ട്. അല്ലാതെ ഇതൊരു ടാസ്ക് ആയിട്ട് പോലും അവർ ശരിക്കും അത് കാണുന്നില്ല എന്നാണ് തോന്നിയത്. റോബോനെ ഇവർ പിടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഗെയിം കളിക്കുമ്പോൾ അതിനനുസരിച്ച് ഗെയിം കളിക്കേണ്ടത് ഋഷിയുടെ ആവശ്യമാണ്. പക്ഷെ ഋഷിയൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ, എന്താ പറയുക, ജാസ്മിന്റെ അടുത്തുള്ള കലിപ്പ് തീർക്കാനാണ് ഈ അവസരം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്.